ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മളുടെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അളന്ന് നോക്കാൻ വേണ്ടി പറ്റും. എത്ര ദൂരം ഉണ്ടെന്ന് മെഷർ ഡിസ്റ്റൻസ്, അതായത് നമ്മൾക്ക് രണ്ട് സ്ഥലങ്ങൾ പോയിൻ്റ് ചെയ്തിട്ട് എത്ര ദൂരം ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം എത്ര കിലോമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ഇപ്പം ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം കണ്ണൂർ ടു കാസർഗോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ കാണിക്കും ഇത്ര കിലോമീറ്ററാണ്, ഇത്രയാണ് ടൈം, അങ്ങനെ കാണിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇതല്ല, അത് നമുക്ക് കൃത്യമായി റോഡിലൂടെ പോകുന്ന ദൂരമാണ് കാണിക്കാറ്. ഇപ്പം നമ്മൾക്ക് റോഡൊന്നും ഇല്ലാത്ത ഗൂഗിൾ മാപ്പിൽ രണ്ട് പോയിന്റുകൾ ടച്ച് ചെയ്തിട്ട് അത് എത്ര ദൂരമാണുള്ളതെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ എങ്ങനെയാണ് ഇത് മെഷർ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഉദാഹരണത്തിന് നമ്മൾക്കിപ്പോൾ നമ്മുടെ വീട്ടിനടുത്തൊരു ടവറുണ്ട്, കറക്റ്റ് നമുക്ക് ലൊക്കേഷൻ അറിയാം. അപ്പം ടവറിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നൊക്കെ നമ്മൾക്ക് ഇതേപോലെ മെഷർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ മെഷറിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം മെഷർ ചെയ്ത് നോക്കുക എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നേരെ മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾക്ക് നേരെ മാപ്പ് ഓപ്പൺ ചെയ്യാം. മാപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങളിരിക്കുന്ന സ്ഥലം കാണാൻ വേണ്ടി പറ്റും. അപ്പം നോർമലായിട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇപ്പം ഇവിടുന്ന് പയ്യന്നൂർ ഡയറക്ഷൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണിക്കും ഇതാണ് ഇത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ള കാണിക്കും. ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല, ഞാൻ കാണിച്ചു തരാം. ഉദാഹരണത്തിന് എൻ്റെ വീടിൻ്റെ അടുക്കൽ സാറ്റലൈറ്റ് വ്യൂ വെക്കാം. ഓക്കെ, ഇവിടെ ടവറുണ്ട്. ടവർ ഇരിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലാണ് ഇവിടെ ടവർ ഉള്ളത്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ടവർ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ ടവറിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അറിയേണ്ടത്. സോ ഇവിടെ ടച്ച് ചെയ്യാം. അതിനുശേഷം ഇതിങ്ങനെ മുകളിലോട്ട് പൊന്തിക്കുക, മെഷർ ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ വലിച്ചിട്ട് ഇപ്പം നമ്മുടെ ഇവിടം വരെ ഉണ്ട്. ഓക്കെ, ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് 527 മീറ്ററാണ് ടവറിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ദൂരം. നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ടെങ്കിലും ഇങ്ങനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഓക്കെ, അപ്പം ഇത്തരത്തിൽ നമ്മൾക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും എത്ര ദൂരം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, ഇനി അതല്ല നമുക്ക് ചെറിയൊരു പോർഷനാണ് വേണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു പ്രദേശത്ത് നമ്മൾക്ക് ഇപ്പം അറിയണം വീട് നീളം വരെ ദൂരമാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മെഷർ ഡിസ്റ്റൻസ് കൊടുക്കുക. ഇവിടുന്ന് ഇവിടം വരെ എത്ര ഉണ്ടെന്ന് നോക്കാം. 26 മീറ്റർ ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇത് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.